എനിക്ക് അനിമൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞാല് ഈ അനിമൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ എന്താ വിശ്വസിക്കും രൺബീർ കപൂറിന്റെ ക്യാരക്ടറെ ഇഷ്ടപ്പെട്ടു എന്നാണ് എല്ലാവരും അങ്ങ് അസ്യൂം ചെയ്യുന്നത്. അല്ല, ഒരു സിനിമയിൽ ആ ലീഡ് ക്യാരക്ടർ മാത്രമല്ല എലമെന്റ് ആയിട്ടുള്ളത്, വേറെ പല എലമെന്റ്സും ആ സിനിമയിലുണ്ട്. അത് സിനിമറ്റോഗ്രാഫി, എനിക്ക് സിനിമറ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ എനിക്ക് പ്രാപ്തിനെ പറഞ്ഞു. ഞാന് അനിമല് കണ്ടപ്പോ എന്റെ മനസ്സിൽ ഫുള്ള് എന്താ പറയാ ഒന്നിന്ന് ആ ഒരു ഡയലോഗ് മാത്രം എന്റെ മനസ്സിൽ തന്നെ. അപ്പൊ ഈ സിനിമ ഞാൻ കണ്ടു, എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. അത് എനിക്കൊരു മോശപ്പെടാനൊന്നും തോന്നിയില്ല. നല്ല മേക്കിംഗ്, സെമീർ പറഞ്ഞ പോലെ തന്നെ നല്ല സിനിമറ്റോഗ്രാഫി ആയി തോന്നി, നല്ല ആനിമേഷൻ ആയി തോന്നി. ആക്ഷൻ സീൻസ് ഭയങ്കര ഓവറായിരുന്നു, പക്ഷെ ആ ഓവറായ ആക്ഷൻ സീൻസ് അവർ നല്ല രീതിയിൽ ഉണ്ടാക്കി. അങ്ങനെ ഭയങ്കര എക്സാജറേറ്റഡ് ആണ്. എനിക്ക് ആ സിനിമയിൽ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളിൽ പെട്ടതാണ് ആ ആക്ഷൻ സീൻസ് ഒക്കെ. ഇവര് 100 പേരൊക്കെ ഒറ്റയ്ക്ക് 2 കത്തി വെച്ചൊക്കെ കൊല്ലുന്നുണ്ട്. മറ്റേ ആക്ഷൻ സീൻ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. ഇവര് എയർപോർട്ട് റൺവേയില് മെയിൻ വില്ലനും റൺവേ അതൊക്കെ അത് കാരണം റിയലിസ്റ്റിക് ഫൈറ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മറ്റേത് റിയലിസ്റ്റിക്. പിന്നെ ഫ്രെഡിന്റെ തോക്ക് വെച്ച് അതിന് തൊട്ട് മുന്നേ 100 ആൾക്കാരെ അവൻ കൊല്ലുന്നു ഒറ്റക്ക്. എന്താടാ രജനീകാന്ത് ചെയ്ത ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. എനിക്ക് റിയലിസ്റ്റിക് ഫൈറ്റ് സീൻസ് ആ ഇഷ്ടം. അപ്പൊ ഞാനിത് റോഡ് ഹൗസിലെ ഫൈറ്റ് സീൻസ് എന്താ അടിപൊളി. കോണർ മെക്ഗ്രെഗറിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. കോണർ മെക്ഗ്രെഗർ ഹയസ്റ്റ് ഡെബ്യൂ ആക്ടർ ഓഫ് ഓൾ ടൈം ആയിട്ട് അറിയപ്പെടുന്ന റോഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ജേക്ക് ജില്ലൻ ഹോളിന്റെ കൂടെ ഉള്ള ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലെ ഫൈറ്റ് സീൻസ് അടിപൊളിയായിരുന്നു. ഞാൻ സെമീർ കാണുമ്പോൾ പറയുന്നു, ഓ ഇതിലെ ഫൈറ്റ് കൊറിയോഗ്രാഫി അടിപൊളിയാണ്. ജേസൺ സ്റ്റേഥമിന്റെ ട്രാൻസ്പോർട്ടറിലെ ഫൈറ്റ് ഒക്കെ ഇതേപോലെ വെയിറ്റ് ഉള്ളതായിരിക്കും. ബാക്കി ഇപ്പൊ ജാക്കി ചാന്റെ ഒക്കെ ഫൈറ്റ് ആണെങ്കിലും ഇങ്ങനെ കുറച്ച് റോപ്പിന്റെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പഞ്ച് ചെയ്യുമ്പോ ആളായിട്ട് ആ വെയിറ്റ് ഒക്കെ നമുക്ക് ശരിക്കും ഇവര് പഞ്ച് ചെയ്ത പോലെയൊക്കെ ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് അങ്ങനത്തെ റിയലിസ്റ്റിക് ഫൈറ്റ്സ് ആണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ സിനിമയിലെ ഫൈറ്റ്സ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ഹിന്ദി പടമാണ്, അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഒന്ന് കണ്ട് ഇതൊക്കെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കാണേണ്ടിയിരുന്നു വിചാരിച്ച്. അങ്ങനെയാണ് ഈ സിനിമയെ കുറിച്ച് ഇതായത്. പിന്നെ ഇതിൽ ഒരു സീനുണ്ട്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് സ്പോയിലറാണ്. ഇത്രയും ഹൈപ്പഡായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ തന്നെ ഫോൾട്ടാണ്. പിന്നെ ഇതിലൊരു സീനുണ്ട്, രൺബീർ ഇവന്റെ വൈഫിനെ ചീറ്റ് ചെയ്യും. എന്താടാ മോശം. അതെ, രൺബീറിന്റെ ഇമോഷണൽ ഇന്റഗ്രിറ്റി കുറച്ച് കുറവാണ്. അപ്പൊ ഇവന്റെ വൈഫിനെ ചീറ്റ് ചെയ്യും. ആ സീൻ കണ്ടപ്പോ എനിക്ക് ഇവരോട് അങ്ങ് വെറുപ്പ് വന്നു, എനിക്ക് ദേഷ്യം വന്നു. പക്ഷെ വാപ്പയെ രക്ഷിക്കാൻ അതിന് ഇവൻ അതിന് പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്യൂപ്പിഡ് റീസണാ. അവൻ പറയാം, എന്റെ ഫാദറിന് വേണ്ടി ആണ് ഞാൻ എങ്ങനെ ചെയ്തത്, ഈ പെൺകുട്ടീന്റെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പല മണ്ടത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആ സിനിമയില്. പക്ഷെ ഈ സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് മെയിനായിട്ട് ആ ഒരു സംഭവമാണ് ഇവൻ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവൻ അതിലൊരു നല്ല ആളായിട്ടൊന്നല്ല കാണിക്കുന്നത്, നല്ല ആളേ അല്ല. അതെ, അപ്പൊ ആൾക്കാർക്ക് നമ്മളെ അനിമൽ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോത്തിന് എന്താ നിനക്ക് ഇഷ്ടപ്പെട്ട, രൺബീറിനെ ഇഷ്ടപ്പെട്ടുവോ, അപ്പൊ വൈഫിനെ ചീറ്റ് ചെയ്യുന്നതിലൊന്നും തെറ്റില്ല അല്ലേ എന്നൊക്കെ ഉള്ള രീതി. അപ്പോ എന്താ ആരാ പറഞ്ഞേ, എന്റെ വീട്ടിലുള്ള ഒരുത്തൻ പറഞ്ഞ് നമ്മള് ഗുണ്ടകളെ കുറിച്ച് സിനിമ ഇറക്കുന്നുണ്ട്. ഷാറുഖ് ഖാന്റെ ഡോൺ, അതേപോലെ ഫന, ആമിർ ഖാൻ അതിൽ ടെററിസ്റ്റ് എന്ന് കരുതി നമ്മള് അല്ലാഹു അക്ബർ വെടിയേക്കാൻ പോണില്ലല്ലോ. അതെ, അപ്പോ ഒരു സിനിമയിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് ആ നെഗറ്റീവ് ക്യാരക്ടറിന് നെഗറ്റീവ് കാര്യം ചെയ്യണം ഒന്നുമല്ല അർത്ഥം. അത് ഇഷ്ടപ്പെട്ടിട്ടല്ല നമ്മള് സിനിമ ഇഷ്ടപ്പെടുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ഈ സിനിമ എന്ന് പറഞ്ഞാല് രൺബീർ കപൂറിന് അവന്റെ ഫാദറിനെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരു മോന് ഒരു അച്ഛനെ സ്നേഹിക്കാവുന്നതിൽ എത്ര ലിമിറ്റ് ഉണ്ടോ ആ ലിമിറ്റിൽ അധികമാണ് ഇവൻ സ്നേഹിക്കുന്നത്. പക്ഷെ അച്ഛന് ഇവനെ ഇഷ്ടമാണ്, പക്ഷെ അച്ഛന് ഇവനെ ഭയങ്കരമായിട്ട് നെഗ്ലക്ട് ചെയ്തത്. അതെ, മാരീഡ് ടു ഹിസ് ബിസിനസ് എന്നുള്ള പോലെയാണ്. മൂപ്പര് കല്യാണം വെച്ച രൺബീർ കപൂറിന്റെ മദറിനെ അല്ല ബിസിനസിനെയാണ് എന്നൊക്കെ പറയുന്നത്. സ്റ്റീൽ ഇങ്ങനെ അങ്ങനെയാണ് ഈ സിനിമ. അപ്പൊ ഈ സിനിമ അങ്ങനെയാണ്. അപ്പൊ ഇവനെന്ന് പറഞ്ഞാൽ ഇവന്റെ ഫാദറിന്റെ ആ ഒരു അപ്രൂവൽ, ഫാദറിന്റെ ആ ഒരു സ്നേഹം, ഫാദറിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇവന് ഏത് അറ്റം വരെ പോകും, അത് ഇവന് ഭയങ്കര ഒരു എക്സ്ട്രീം ആയിട്ട് കാണിച്ചത്. അതായത് എല്ലാ മനുഷ്യന്റെ ഉള്ളിലുള്ള കുറച്ച് എലമെന്റ്സ് ആണ് ഈ പ്രൊട്ടക്റ്റീവ്നെസ്.
ഇവനാര് ഫാദറിന്റെ ഒരു അപ്രൂവലും ആണ്. അതെ, പക്ഷെ ഇവ എന്ത് ചെയ്തിട്ടാണ് ഫാദറിന്റെ മുന്നിൽ അങ്ങോട്ട് ഇംപ്രസ്ഡ് ആകുന്നില്ല. പിന്നെ ഫാദറിന് വേണ്ടി, ഫാദറിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇവൻ ഏതൊരു ലെങ്ത്തിലേക്കും പോകും. അതൊരു മനുഷ്യൻ, ഒരു ആണിന്റെ ഉള്ളിലുള്ള ഒരു കുറച്ച് എലമെന്റ് ആണ്, ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിങ്. അത് ഇവർ അങ്ങ് ഒരു എക്സ്ട്രീം രീതിയിൽ കാണിച്ചു ഈ സിനിമയില്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ലാസ്റ്റിലൊരു സീനാ. അതായത് ഇവൻ പറയും ഫാദറിനോട്, നിങ്ങൾ ഇനി മകനായ ഒരു റോൾ പ്ലേ ചെയ്യും, ഞാൻ ഫാദറായിട്ട് റോൾ പ്ലേ ചെയ്യാന്ന്. എന്നിട്ട് ഇവന്റെ ഫാദർ മോനായി നിന്നുകൊണ്ട് ഇവനോട് ഇങ്ങനെ പപ്പ എന്ന് വിളിക്കുമ്പോത്തിന് ക്യാ എന്നിട്ട് അങ്ങ് ഷൗട്ട് ചെയ്ത് സംസാരിക്കും. അതായത് ഇതിലാണ് ഞാൻ വളർന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ ഫാദർ എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു കർക്കശക്കാരനാണ്, ഭയങ്കര സ്റ്റബേൺ ആണ്, ഭയങ്കര അരഗന്റ് ആണ്. യാതൊരു രീതിയിലും മൂപ്പരുടെ മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യില്ല. യാതൊരു രീതിയിലും മൂപ്പര് സോറി പറയില്ല. യാതൊരു രീതിയിലും മൂപ്പരുടെ വാക്കിന് റീസൺ ഒന്നും വേണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം, അതിന് റീസൺ ഒന്നുമില്ല, അത് ചെയ്തിരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ. അത് കുറേ ഇന്ത്യൻ പേരൻസിലുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ചീറ്റിങ്, അത് മെയിൻ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ അൺറിയലിസ്റ്റിക് ഫൈറ്റിങ്ങും, ഇവനെ ഒറ്റക്ക് പ്ലെയിനൊക്കെ ഓടിച്ചു പോവുക, അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ വേറൊന്നുമില്ല. ഞാൻ ഇത് പറഞ്ഞപ്പോ തന്നെ എന്റെ വീട്ടിൽ അടി ഉണ്ടായി. വീട്ടിലെ ആൾക്കാർ എന്താ, എന്റെ വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ ഫുള്ള് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ദൂരത്ത് നിന്നുകൊണ്ട് ഇവരിങ്ങനെ ഫുള്ള് ചർച്ച അങ്ങോട്ട് കേട്ടോ. അപ്പൊ ഞാൻ മനസ്സിലാലിച്ചു, ഇതാണ് ഈ സിനിമന്റെ വിജയം. ഏതൊരാളെ മുന്നിലും അനിമലിനെ കുറിച്ച് പറഞ്ഞ 2 അഭിപ്രായം, ഒരു ചർച്ച ഉണ്ടാകും. ഞാന് സിനിമ അധികം കാണാത്ത ഒരാളാണ്, എന്നിട്ടും ഞാന് ഇത് 3 മണിക്കൂറിന്റെ സിനിമ, അതും 3 മണിക്കൂർ 20 മിനിറ്റും എനിക്ക് ഭയങ്കര ലോങ് ആയി തോന്നി കേട്ടോ. സെമീറിന് അത്ര ലോങ് ആയി തോന്നിയില്ല, എനിക്ക് ഭയങ്കര ലോങ് ആയി തോന്നിയ സിനിമ. ഞാൻ 2.5 മണിക്കൂർ ലോങ് അറിയുന്ന ആളാ. അതെ, ഞാൻ 2 മണിക്കൂർ ലോങ് ആന്ന് പറയുന്ന ആളാ. അപ്പൊ ഞാൻ 1.5 മണിക്കൂറിന്റെ ഏതെങ്കിലും സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്നോട് നെഫിയും പറഞ്ഞു കുൻപുബാണ്ട. അപ്പൊ എന്താ ഞാന് അപ്പൊ ഇങ്ങനെ അല്ല, അപ്പൊ എല്ലാരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഇത് തന്നെയാണ് ഈ സിനിമന്റെ വിജയം. ഇത്രയും നല്ല സിനിമകളൊക്കെ ഇറങ്ങിയിട്ടും ഈ കോൺട്രവേഴ്സി കാരണമാണ് ഞാൻ ഈ സിനിമ കാണാൻ ചൂസ് ചെയ്തത്. അതാണ് അതിന്റെ ഒരു വിജയം. അതാണ് എൻ്റെ അനിമൽ റിവ്യൂ. ഫീൽ ഫ്രീ ടു എഗ്രി, ഫീൽ ഫ്രീ ടു ഡിസഗ്രി. ഐ ഡോണ്ട് കെയർ. അതെ, പിന്നെ ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല്, ഒരു കാര്യം ഞങ്ങൾക്ക് ടൈമിന് പറയാൻ പറ്റണില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു നല്ല നമ്മളെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തിന് രണ്ടാമത്തെ ആൾ നിർത്തിക്കും. ഇത് നമുക്ക് പോഡ്കാസ്റ്റും പറയാം. കാരണം നമ്മള് റോ റിയാക്ഷൻസിനും ഇതിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതെ, നമ്മളുടെ ഒരു ലിസണർ ഇപ്പൊ അടുത്ത് നമ്മളോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ഈ പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്ന ടോപ്പിക്സ് ഒക്കെ മുന്നേ പ്ലാൻ ചെയ്തിട്ടാണോ വരുന്നത്, അതോ ഓൺ ദ സ്പോട്ട് സംസാരിക്കുന്നതാണോ എന്ന്. അപ്പൊ മുന്നേ പ്ലാൻ ചെയ്ത് വരുന്നതല്ല. അതെ, കാരണം നമ്മൾ ജസ്റ്റ് ടോപ്പിക്സ് ഇങ്ങനെ ജസ്റ്റ് ഇടും. പിന്നെ ചിലപ്പോ നമ്മൾ ഈ ടോപ്പിക് ഞാൻ ഒന്ന് സംസാരിക്കുമ്പോഴേക്കും ഞാൻ വേറെ എന്തെങ്കിലും ഓർമ്മാവുക, അങ്ങനെ പോവുക ചെയ്യാം. സ്റ്റാർട്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു എന്തിനെ കുറിച്ച് തുടങ്ങുക എന്നുള്ള നമ്മൾ പ്ലാൻ ചെയ്യാം. സോ ഞങ്ങള് നാട്ടിലായ ടൈമില് നാട്ടില് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല്, നാട്ടില് ഈ ഫ്ലാറ്റുകൾ ഉണ്ടാവുമല്ലോ, അപ്പാർട്ട്മെന്റ്സ്. പക്ഷെ വലിയ വലിയ അപ്പാർട്ട്മെന്റ്സ് അല്ല, ഈ ചെറിയ 2 ഫ്ലോർ 3 ഫ്ലോർ ഒക്കെ ഉള്ള ചെറിയ അപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവുമല്ലോ.